ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ശബരിമലയിൽ തീർത്ഥാടകരുടെ മഹാപ്രവാഹത്തിൽ സർവ്വ നിയന്ത്രണങ്ങളും പാളിയ ദിവസമായിരുന്നു ഇന്ന്. തീർത്ഥാടകർ ബാരിക്കേഡ് ചാടി സന്നിധാനത്തേക്കൊഴുകിയത് ഭയാനകമായ കാഴ്ചയായി. ഒഴുകിയെത്തിയ ജനസാഗരത്തിനു മുന്നിൽ പോലീസാകട്ടെ കാഴ്ചക്കാരുമായി. തിരക്കും തളർന്നു വീഴലും കണ്ട പ്രേക്ഷകർ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയെങ്കിൽ സന്നിധാനത്തും നടപ്പന്തലിലും നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങളായിരുന്നു. ഒടുവിൽ പോലീസും ദേവസ്വം ബോർഡും ഉണർന്നതോടെ തിരക്കിന് അല്പം നിയന്ത്രണമായി. കരിമല കയറ്റം കഠിനമെന്തയ്യപ്പ. ശബരിമലയിൽ ഹൈക്കോടതി അനുമതി നൽകിയത് പ്രതിദിനം 90,000 തീർത്ഥാടകർക്കുള്ള പ്രവേശനം. എന്നാൽ ഇന്നലെയും ഇന്നുമായി ശബരിമല സന്നിധാനത്തെത്തിയത് 2.5 ലക്ഷത്തോളം ഭക്തർ. ഇതോടെ നിയന്ത്രണം അപ്പാടെ പാളി. സ്വർണ്ണപ്പാളിയിൽ തലപൂഴ്ത്തിയിരുന്ന സംസ്ഥാന സർക്കാരോ ദേവസ്വം ബോർഡോ മണ്ഡല മകരവിളക്ക് സീസൺ സുഗമമാക്കാൻ മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല എന്ന് വ്യക്തം. അല്ലെങ്കിൽ ആശങ്കയുണ്ടാക്കും വിധം തിക്കും തിരക്കും ഉണ്ടാകുന്നത് ഒഴിവാക്കാമായിരുന്നു. മണിക്കൂറുകൾ ക്യൂ നിന്നവർക്ക് കുടിവെള്ളം കിട്ടാതായതോടെ ചില ഭക്തർ കുഴഞ്ഞു വീണു. ഒരു പോലീസുകാർ കൺട്രോൾ ചെയ്യാനില്ല. ഞങ്ങൾ ഭയങ്കര ഇതിലാണ് നിൽക്കുന്നത്. എത്ര ആളെ മരിക്കാന്നും കൂടി അറിയില്ല. ആ കണ്ടീഷനിലാണ്. ഇന്നലെ 11 മണിക്ക് ഞങ്ങൾ കയറിയതാണ്. ഇവരുടെ കൺട്രോൾ ചെയ്യാൻ ഒരു പോലീസ് ഓഫീസേഴ്സ് അവിടെ ഉണ്ടായിട്ടേ ഇല്ല. 3 മണിക്കൂർ, അതായത് സാധാരണ രീതിയിൽ ഒരു വെർച്വൽ ക്യൂ ഇല്ലാണ്ട് ഒന്നുമില്ലാണ്ട് നല്ലതുപോലെ പൊക്കൊണ്ടിരുന്നത് ഈ വെർച്വൽ ക്യൂ കാരണം 3 മണിക്കൂർ പമ്പയിൽ മാത്രം. ഇതിന്റെ ഉള്ളിൽ 8 മണിക്കൂർ കുട്ടികള്, പ്രായമുള്ളവര്, സ്ത്രീകള്, കുടിക്കാൻ വെള്ളമില്ല. ഒരു പ്രോപ്പർ ക്യൂ മാനേജ്മെന്റ് ഇല്ല. പമ്പയിൽ നിന്ന് 10 മണിക്കൂറിലേറെ എടുത്താണ് ഭക്തർ നടപ്പന്തലിന് മുകളിലെത്തിയത്. നടപ്പന്തലിൽ ഭക്തർ നിറഞ്ഞതോടെ ദർശനം കഴിഞ്ഞവർക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത അവസ്ഥയായി. നിയന്ത്രണങ്ങൾ മറികടന്ന് ഭക്തർ നടപ്പന്തലിലേക്ക് എത്തി. പലർക്കും 7-8 മണിക്കൂറുകൾ ക്യൂ നിന്ന ശേഷമാണ് ദർശനം സാധ്യമായത്. തിരക്ക് കൂടിയതോടെ എല്ലാ വഴികളിലൂടെയും ഭക്തരെ കയറ്റിവിട്ടു. അതിനാൽ പലർക്കും 18-ാം പടി ചവിട്ടാനായില്ല. ദേവസ്വം ബോർഡും പോലീസും കാട്ടിയ അനാസ്ഥയാണ് കാര്യങ്ങൾ കൈവിട്ടുപോകാൻ കാരണമെന്നതിൽ തർക്കം വേണ്ട. മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തതയാണ് തിരക്ക് നിയന്ത്രണാതീതമാകാൻ കാരണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. കാര്യങ്ങൾ നിയന്ത്രണ അധീനമാണ്, അനിയന്ത്രിതമാണെന്നോ അല്ലെങ്കിൽ ആശങ്കാജനകമാണോ എന്നും പറയത്തക്ക സാഹചര്യമില്ല. ആകെ കൂടെ 1 ലക്ഷം ആളുകളാണല്ലോ നമുക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും മറ്റതിലൂടെ വരുന്നത്. കുറച്ച് ഒരുപക്ഷെ ഇതൊന്നുമില്ലാത്തവരും കയറിയിട്ടുണ്ടാവണം. അത് നിയന്ത്രിക്കും. മണ്ഡല മകരവിളക്ക് കാലത്ത് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ സർക്കാരിനും വീഴ്ചയുണ്ടായി. അവലോകന യോഗങ്ങൾ ഉണ്ടായില്ല. ഇത് പൂർണ്ണമായും സ്റ്റേറ്റ് ഗവൺമെന്റ് നിരുത്തരവാദിത്വമായ സമീപനം കൊണ്ടുണ്ടായതാണ്. ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അത് 4-5 മാസം മുമ്പേ തുടങ്ങും ഇതിൻ്റെ പ്രിപ്പറേഷൻ. നമുക്കെല്ലാവർക്കും അറിയാം എത്ര റിവ്യൂ മീറ്റിംഗ് നടത്താറുണ്ട്. സംസ്ഥാനം ആവശ്യപ്പെട്ട കേന്ദ്രസേന ഇനിയും എത്തിയിട്ടില്ല. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇല്ലാതെ സ്പോട്ട് ബുക്കിങ്ങിനെ ആശ്രയിക്കാൻ നിരവധി പേർ എത്തിയതോടെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. ക്യൂ കോംപ്ലക്സുകളിൽ കാര്യങ്ങൾ ശരിയായ നിലയിലല്ല നടന്നത്. കുടിവെള്ള വിതരണവും കാര്യക്ഷമമായിരുന്നില്ല. ശുചിമുറി ശുചീകരണവും പാളി. ഇങ്ങനെ താളം തെറ്റിയ ശബരിമലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും ADGP എസ് ശ്രീജിത്തും തിരക്ക് നിയന്ത്രിക്കാൻ നേരിട്ടിറങ്ങി. കുറച്ചും കൂടെ ക്രമമായിട്ട് ആൾക്കാർ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ സൗകര്യമായിരുന്നു. നമ്മൾ ബുക്കിംഗ് പറഞ്ഞിട്ടുള്ള സ്ലോട്ട്സ് മാത്രം, അപ്പോൾ അതിനേക്കാളൊക്കെ കൂടുതൽ ആൾക്കാർ വന്നിട്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ സ്പോട്ട് ബുക്കിംഗ് ഇപ്പോൾ തൽക്കാലം നിർത്തി വെക്കേണ്ടി വന്നിരിക്കുകയാണ്. ഫുള്ളായി, ഇപ്പോൾ ഇന്നത്തെ നാളത്തെയൊക്കെ ഫുള്ളായി. അപ്പോൾ അത് കഴിഞ്ഞ് തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആരും സ്പോട്ട് ബുക്കിംഗ് പ്രതീക്ഷിച്ച് ഇപ്പോൾ തൽക്കാലം വരരുത്. വരുവാണെങ്കിൽ സ്പോട്ട് ബുക്കിങ്ങിന് ഒഴിവ് വരുന്ന ദിവസം വരെ കാത്തു വെക്കാൻ തയ്യാറായിട്ട് വരാവൂ. കെ ജയകുമാറും എസ് ശ്രീജിത്തും നേരിട്ടിറങ്ങിയതോടെ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമായി. പമ്പയിലും നിലയ്ക്കലും തിരക്ക് തുടരുന്നു. പലരും പന്തളത്ത് നെയ്യഭിഷേകം നടത്തി മടങ്ങി. அதில் ஒரு 6-7 பேர் மட்டும்தான் உள்ளே போயிருக்காங்க. நாங்கள் 37 பேரும் எங்களால் போக முடியல. சின்ன சின்ன குழந்தை வச்சதுனால பயங்கர நெரிசல், ஒன்றும் கண்ட்ரோல் பண்ண முடியல. விலைக்கு வெளியும் வர முடியல. ஐயப்பா, കഠിനവ്രതം നോറ്റ് കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ താണ്ടിയാണ് തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നത്. അവർക്ക് അയ്യപ്പ ദർശനം സുഗമമാകണം. അല്ലാതെ തീർത്ഥാടനം കഷ്ടപ്പാടിൻ്റെതാക്കരുത്. ആഗോള അയ്യപ്പ സംഗമത്തിലെ ക്രൗഡ് മാനേജ്മെന്റ് ചർച്ചകളൊന്നും മണ്ഡലകാലത്ത് ഫലം കണ്ടില്ല. തിരക്ക് നിയന്ത്രിക്കാനാകാതെ പോലീസും ദേവസ്വം ബോർഡ് ജീവനക്കാരും വലഞ്ഞു. മുന്നൊരുക്കങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിച്ചതുകൊണ്ട് തിരക്കിന് പരിഹാരമാകുമോ എന്ന് കണ്ടുതന്നെ അറിയണം. ശബരിമല സന്നിധാനത്ത് നിന്ന് MG പ്രതീഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇക്കഴിഞ്ഞ സീസണിൽ 440 കോടി രൂപയാണ് ശബരിമലയിൽ നിന്ന് വരുമാനമായി ലഭിച്ചത്. ഇതിൽ കുറച്ച് പണമെങ്കിലും അവിടുത്തെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ ചെലവഴിക്കണം എന്ന അഭ്യർത്ഥനയാണുള്ളത്. വീണ്ടും ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്.
ശബരിമല തീർത്ഥാടകർക്കായി ഇടുക്കി കമ്പംമെട്ടിൽ 6 വർഷം മുമ്പ് ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. അതിർത്തി കടന്നെത്തുന്ന തീർത്ഥാടകർക്കുൾപ്പെടെ വിരിവെച്ച് വിശ്രമിക്കുന്നതിന് ഇടത്താവളം ഒരുക്കുമെന്നതായിരുന്നു പ്രഖ്യാപനം. എന്നാൽ 6 മണ്ഡല മകരവിളക്ക് കാലം കഴിഞ്ഞിട്ടും ഈ പ്രഖ്യാപനത്തിൽ ഒന്നുപോലും നടപ്പായില്ല. ഈ വർഷം കൂടി ഒന്ന് സഹിക്കണം. അടുത്ത വർഷം മുതൽ തീർത്ഥാടകർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. കമ്പംമെട്ടിൽ ഉന്നത നിലവാരത്തിലുള്ള ഇടത്താവളം ഒരുക്കിയിരിക്കും. കഴിഞ്ഞ 6 വർഷമായി തുടരുന്ന വാഗ്ദാനമാണ് ഈ കേട്ടത്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും കമ്പം വഴി എത്തുന്ന തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമാണ് കമ്പംമെട്ട്. 10,000-കണക്കിന് ശബരിമല തീർത്ഥാടകരാണ് ഓരോ വർഷവും ഇതുവഴി കടന്നുപോകുന്നത്. എന്നാൽ വർഷങ്ങളായി അസൗകര്യങ്ങൾ മാത്രമാണ് കമ്പംമെട്ടിൽ അയ്യപ്പ ഭക്തരെ കാത്തിരിക്കുന്നത്. 6 വർഷം മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ച കമ്പംമെട്ട് ഇടത്താവള പദ്ധതി ഇതുവരെ പൂർത്തിയായിട്ടില്ല. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പോലും ഇവിടെയില്ല. ഒരു കരുതൽ നടപടിയില്ല. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുമില്ല, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുമില്ല. കമ്പംമെട്ട് സിറ്റിയുടെ സൈഡിലുണ്ടായിരുന്ന കുറച്ച് പുല്ല് വെട്ടിക്കളഞ്ഞെന്നുള്ളതല്ലാതെ ഈ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇതുവരെ ആക്കിയിട്ടില്ല. ഇത് 5 കൊല്ലമായി ഇത് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളും ഈ കമ്പംമെട്ട് നിവാസികളും കാണുന്നത്. അതിനോടൊപ്പം തന്നെ വെള്ളക്കെട്ട് കാരണം റോഡിന്റെ 2 വശങ്ങളും പകർച്ചവ്യാധി ഭീതിയിലുമാണ്. പാർക്കിംഗ്, വിശ്രമ കേന്ദ്രം, വഴിവിളക്കുകൾ, ശൗചാലയങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട് ശബരിമല ഇടത്താവളത്തിനായി 4 കോടി രൂപ 2019 ബജറ്റിൽ വകയിരുത്തിയിരുന്നു. എന്നാൽ എല്ലാം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. സ്ഥലം ഏറ്റെടുത്ത് നൽകിയെങ്കിലും സർക്കാർ ഉദാസീന മനോഭാവം കാണിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ശബരിമല ഇടത്താവളത്തിന് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ 4 കോടി പ്രഖ്യാപിച്ചിട്ട് 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ ഈ കമ്പംമെട്ടിൽ ഇതിനുള്ള ഒരു വർക്ക് ഏറ്റെടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഓരോ വർഷവും ശബരിമല തീർത്ഥാടന സമയത്ത് അയ്യപ്പന്മാരെത്തുമ്പോൾ ഈ വർഷമുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അടുത്ത വർഷം തൊട്ട് അത് അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഇപ്പോൾ 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പ്രതീക്ഷകൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. 1 രൂപ പോലും അനുവദിച്ചിട്ടില്ല. തീർത്ഥാടകർ കടന്നു പോകുന്ന പാതകളിൽ സൂചനാ ബോർഡുകൾ കാട് കയറി മറഞ്ഞ സ്ഥിതിയിലാണ്. പുതിയ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളുമില്ല. ഇതിനോടൊപ്പം ടൗണിൽ മലിനജലം ഒഴുകുന്നത് പകർച്ചവ്യാധി ഭീഷണിയും ഉയർത്തുന്നുണ്ട്. ഇത്തവണയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തർക്ക് കമ്പംമെട്ട് ദുരിത താവളമായി മാറുകയാണ്. 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. സുജേഷ് നന്നങ്ങാടി പറയുന്നു, വ്യക്തമായ പ്ലാനിംഗ് ഇല്ല. ഫലം ഭക്തരുടെ ദുരിതം മാത്രമാണ്. ദർശനം കിട്ടാത്ത ഭക്തരുടെ സങ്കടം ആര് തീർക്കും എന്നാണ് ചോദിക്കുന്നത്. ജോസ്വിൻ ജോസഫ് പറയുന്നു, വാഗ്ദാനമായി തന്നെ ഇരിക്കുന്നു. ഇലക്ഷൻ വരുമ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. സീന മുഹമ്മദ് പറയുന്നു, വാഗ്ദാന പെരുമഴ കണ്ട് ആരും കുതിക്കേണ്ട, ഒന്നും നടക്കില്ല, എല്ലാം നാളെ നീളെ എന്നിങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ സോഷ്യൽ മീഡിയ പേജുകൾക്ക് താഴെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ശബരിമലയുടെ കാര്യത്തിൽ ശബരിമല തീർത്ഥാടകർ ഒഴുകിയെത്തുകയാണ്. ഇന്ന് രാവിലെയുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള പ്രേക്ഷകർക്കറിയാം, അത്രമാത്രം ആശങ്കയുണ്ടാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു രാവിലെ മുതൽ ഉച്ചവരെ പ്രേക്ഷകർ കണ്ടിരുന്നത്. ഇപ്പോൾ അല്പം നിയന്ത്രണം സന്നിധാനത്തുണ്ടെങ്കിലും അതിൻ്റെ ഈ ദുരിതങ്ങൾ കൂടുതലായി ഭക്തർ അനുഭവിക്കുക നിലയ്ക്കലൊക്കെയുള്ള ഭക്തരാണ്. അവിടെ വെച്ച് ഭക്തരെ തടയുകയാണ്, സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അവർ ഇനി ഈ ശബരിമല ദർശനത്തിനായി എത്ര സമയം കാത്തു നിൽക്കേണ്ടി വരും എന്നതൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്കാണ് പോകുന്നത്. ഹരിത എന്ന കൂട്ടായ്മയെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. MSF വിദ്യാർത്ഥിനി വിഭാഗമായ ഹരിത വാർത്തകളിൽ നിറഞ്ഞു നിന്ന നാളുകളുണ്ടായിരുന്നു. അത് അധിക കാലമായിട്ടുമില്ല. നിലപാടുകളിലൂടെ ലീഗ് നേതൃത്വത്തെ തിരുത്താൻ ശ്രമിച്ച ഹരിതയുടെ നേതാക്കളുടെ രാഷ്ട്രീയ ഭാവി അടഞ്ഞെന്ന് ചിലരെങ്കിലും അക്കാലത്ത് വിധിയെഴുതി. എന്നാൽ അന്നത്തെ ഹരിത നേതാക്കൾ ഇന്നത്തെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണ്. പാർട്ടി അവരെയോ അവർ പാർട്ടിയെയോ കൈവിട്ടില്ല. നിശ്ചയദാർഢ്യത്തിനും നിലപാടിനുമുള്ള ഹരിത ശോഭയുള്ള അംഗീകാരമാണിത്. 2021 ജൂൺ 22 കോഴിക്കോട്ട് നടന്ന MSF സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പ്രസിഡന്റ് PK നവാസ് നടത്തിയ പരാമർശങ്ങളാണ് അന്നത്തെ ഹരിത വിവാദത്തിന് വഴിയൊരുക്കിയത്. നവാസിന്റെ മോശം പരാമർശങ്ങൾക്കെതിരെ വനിതാ കമ്മീഷൻ മുതൽ പോലീസ് സ്റ്റേഷനിൽ വരെ പരാതികളെത്തി. അനുനയത്തിന് ലീഗ് നേതൃത്വം തന്നെ രംഗത്തിറങ്ങിയെങ്കിലും ഹരിത നേതാക്കൾ നിലപാടിൽ ഉറച്ചു നിന്നതും
ഇവർക്ക് ലീഗിന്റെ നടപടി നേരിടേണ്ടി വന്നതുമൊക്കെ ചരിത്രം. അന്നത്തെ MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിന്റെ പരാമർശങ്ങൾക്കെതിരെ സുധീരം നിലപാട് സ്വീകരിച്ചു എന്നതൊഴിച്ചാൽ അന്നും ഇന്നും ലീഗിനൊപ്പം ഉറച്ചു നിൽക്കുന്നവരാണ് ഹരിത നേതാക്കൾ. ഇന്നിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പായപ്പോൾ അന്നത്തെ ഹരിത നേതാക്കളും കോണി അടയാളത്തിൽ ജനവിധി തേടാനുണ്ട്. ഫാത്തിമ തെഹ്ലിയ കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറ ഡിവിഷനിലാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. UDFന് ഭരണം ലഭിക്കുകയും ഫാത്തിമ തെഹ്ലിയ ജയിക്കുകയും ചെയ്താൽ കോഴിക്കോട് കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയറാകാനും സാധ്യതയുണ്ട്. പാർട്ടി നൽകിയത് വലിയ അംഗീകാരമെന്ന് ഫാത്തിമ തെഹ്ലിയ. പാർട്ടി ഞങ്ങളെയൊക്കെ മനസ്സിലാക്കുന്നു, ഞങ്ങൾക്കൊക്കെ അവസരം തരുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. യുവാക്കൾക്ക്, പെൺകുട്ടികൾക്ക് ഒക്കെ ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്. എനിക്ക് തോന്നുന്നു ഈ കാലം അത്രയും നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് യുവതീ-യുവാക്കൾ, ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ മത്സരിക്കുന്ന ഒരു സമയമാണിത്. നജ്മ തബ്ഷീറയ്ക്ക് ഇത് കന്നിയംഗമല്ല. മുൻപ് തിരൂർക്കാട് നിന്ന് ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. ഇത്തവണ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വലംപുറം ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത്. കലാലയ രാഷ്ട്രീയത്തിലൂടെ നമ്മുടെ കൂടെ കയറി വന്നവരെല്ലാവരും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നുണ്ട്. അതും കുഴപ്പമില്ലാത്ത നല്ലൊരു ഓരോ ഇടങ്ങളിലാണ് പാർട്ടി ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. മുഫീദ തെസ്നി വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് തരുവണയിൽ നിന്നാണ് ലീഗ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. പുതിയ രാഷ്ട്രീയം ഉൾക്കൊള്ളലിന്റെ രാഷ്ട്രീയമെന്ന് മുഫീദ. കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിലായിട്ട് ഹരിതയുടെ വിവിധ ഭാരവാഹികളായിട്ടുള്ള ആളുകളും പെൺകുട്ടികളും ഒക്കെ മത്സരിക്കുന്നുണ്ട്. കൂടുതൽ യുവത്വത്തെ ചേർത്ത് പിടിക്കാനുള്ള തീരുമാനം ഇപ്പോൾ വയനാട് ജില്ലയിൽ മാത്രമാണെങ്കിൽ യൂത്ത് ലീഗിന്റെ തന്നെ ഒരുപാട് ഭാരവാഹികൾ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത്. ലീഗിനെ പിടിച്ചുലച്ച വിവാദകാലം ആ പാർട്ടിയും നേതാക്കളും മറന്നിരിക്കുന്നു. മാറ്റം ഉൾക്കൊള്ളുന്നവരും മികവ് അംഗീകരിക്കുന്നവരുമാകുന്നു ലീഗ് നേതൃത്വം. തദ്ദേശം കഴിഞ്ഞ് ഹരിത നേതാക്കൾ നിയമസഭയിലും പാർലമെന്റിലുമൊക്കെ എത്തുന്ന കാലം വിദൂരമല്ല. ഇലക്ഷൻ ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പലയിടങ്ങളിലും ഉദ്ഘാടന മാമാങ്കം അരങ്ങേറി. വാട്ടർ ടാങ്ക് മുതൽ ബസ് സ്റ്റോപ്പ് വരെ അതിൽപ്പെടും. കാലാകാലങ്ങളായി ഭീമമായ തുക എഴുതിയെടുത്ത ഇത്തരം തട്ടിക്കൂട്ട് സംവിധാനങ്ങൾ നാട്ടിൽ പലതുമുണ്ട്. എന്നാൽ തൊടുപുഴയിലെ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടാൽ ഇങ്ങനെയൊക്കെ പണിയാമോ എന്ന് നമ്മൾ ചോദിച്ചു പോകും. സ്റ്റീലിന്റെ 4 തൂണുകൾ, ടൈലിൽ ഉറപ്പുണ്ടോ എന്നതിൽ ഉറപ്പില്ലാത്ത ഇരിപ്പിടം, കാറ്റോ മഴയോ വന്നാൽ പറന്നുപോകാനും പോകാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന രീതിയിൽ മറയായി തകര ഷീറ്റ്. ആകെ ചിലവ് 2 ലക്ഷം. ശ്രദ്ധിച്ചു കേട്ടോണം, 2 ലക്ഷം. തൊടുപുഴ കരിമണ്ണൂർ റോഡിൽ ഞറക്കുറ്റി ബസ് സ്റ്റോപ്പ്. എങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് പണിയരുത് എന്നതിന് ഉദാഹരണമാണ്. പണി തീർത്ത് ഉദ്ഘാടനം കഴിഞ്ഞതിന് പിന്നാലെ പല ടൈലും ഇളകിപ്പോയി. ചിലയിടത്തൊന്നും ടൈലേയില്ല. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബസ് സ്റ്റേഷൻ, ഇതിന് പദ്ധതി പണത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിൽ 2 ലക്ഷം റുപ്യയാണ് ചെലവഴിച്ചിരിക്കുന്നത്. കേരളത്തിലെ പൊതുവെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അഴിമതിയുടെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തമാണ് ഈ പുറകിൽ കാണാൻ കഴിയുന്നത്. ഇതിന് 2 ലക്ഷം റുപ്യ മുടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത് എന്നുള്ള ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. തൊടുപുഴ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടുകാർക്ക് നൽകിയ വികസനമാണിത്. കാലാകാലങ്ങളായി ബസ് സ്റ്റോപ്പിന്റെ പേരിലും ഹൈമാസ്റ്റ് ലൈറ്റിന്റെ പേരിലും നാട്ടിൽ നടക്കുന്ന വികസനം ജനങ്ങളെ പുളകം കൊള്ളിക്കുന്നുണ്ട്. കാലപ്പഴക്കം ചെന്ന ടൈൽസിനും സ്റ്റീൽ കമ്പികൾക്കും തകര ഷീറ്റിനും 2 ലക്ഷം രൂപയുടെ ചിലവുണ്ടോ എന്ന് ചോദിച്ചാൽ ദീപസ്തംഭം മഹാശ്ചര്യം എന്ന് തന്നെ പറയേണ്ടി വരും. സത്യത്തിൽ ഒരു ബസ് സ്റ്റോപ്പ് എങ്ങനെ പണിയരുത് എന്നതിൻ്റെ ഉദാഹരണമല്ല ഇത്. ഒരു ബസ് സ്റ്റോപ്പിൻ്റെ പേരിൽ നാട്ടുകാരെ എങ്ങനെ പറ്റിക്കാം, എങ്ങനെ പറ്റിച്ച് പണം കീശയിലാക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. ക്യാമറമാൻ നിഖിൽ നിളയ്ക്കൊപ്പം ലാൽകൃഷ്ണൻ, 24, തൊടുപുഴ. പൊതുജനം കഴുതയല്ല സാർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പദ്ധതികൾ പൂർത്തിയായില്ലെങ്കിലും ഉദ്ഘാടനം ചെയ്യാനുള്ള തിരക്കിലാണ് ഭരിക്കുന്നവരൊക്കെ. എന്നാൽ തിരുവനന്തപുരം മണ്ണന്തലയിൽ 60 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഒരു പദ്ധതി 5 വർഷം കഴിഞ്ഞിട്ടും ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോലും ആർക്കും സമയമില്ല. എന്തുകൊണ്ടാണ് ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യാത്തതെന്ന് നാട്ടുകാർക്കും അറിയില്ല. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എന്നും നികുതി കൊടുത്തുകൊണ്ടേയിരിക്കും.
അത് സ്വീകരിക്കുന്ന സർക്കാരാകട്ടെ ചില പദ്ധതികൾ പ്രഖ്യാപിക്കും. ആ പദ്ധതികൾ ഏറ്റെടുക്കുന്ന ജനപ്രതിനിധികൾ അവയൊക്കെ തന്നെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KR കൃഷ്ണൻ മെമ്മോറിയൽ ഓപ്പൺ എയർ ഓഡിറ്റോറിയം മണ്ണന്തല ജംഗ്ഷനിൽ കടകംപള്ളി സുരേന്ദ്രൻ സഹകരണവും ദേവസ്വവും ടൂറിസവും വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ 2019-20 ആസ്തി വികസന ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപ ചിലവഴിച്ച നിർമ്മിച്ച ഒരു ഓഡിറ്റോറിയം. എനിക്ക് പിന്നിൽ കാണുന്നത് 5 വർഷങ്ങൾക്ക് മുമ്പ് കഴക്കൂട്ടം മണ്ഡലത്തിന്റെ MLA കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ നിർമ്മിച്ച ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയമാണ്. പക്ഷേ 5 വർഷത്തിനിപ്പുറം ഇതുവരെയും ഇത് ജനങ്ങൾക്ക് ഒരു തരത്തിലും ഉപകാരപ്പെട്ടിട്ടില്ല. $60 ലക്ഷം രൂപ മുടക്കി ചെയ്ത ഈ സ്റ്റേജാണ്. അതിലാണെങ്കിൽ ഇതാ മേളിൽ നോക്കി അവർ കോൺക്രീറ്റ് പോലും ഇട്ടിട്ടില്ല, വെറും സീറ്റാണ്. 6 ഫാൻ തൂക്കിയിട്ടിട്ട് കുറഞ്ഞ ടൈലും ഇട്ടിട്ട് ഇത് 60 ലക്ഷം എന്ന് എഴുതിയിട്ടാണ്. ജനങ്ങളെങ്ങനെ പറ്റിക്കണം? $60 ലക്ഷം രൂപ മുടക്കി ഈ ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഇവിടെ പണിതിട്ട് 5 വർഷം പിന്നിടുന്നു. പണി പൂർത്തിയായെന്നാണ് അധികൃതർ അവകാശപ്പെടുന്നത്. 5 വർഷം പിന്നിടുമ്പോഴും ഇതുവരെ ഈ പദ്ധതി ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോലും അധികൃതർക്കായിട്ടില്ല. ഇഴജന്തുക്കളുടെ ശല്യത്തിന് പുറമെ അന്തിയാകുമ്പോൾ മനുഷ്യർക്ക് അടിച്ച് പാമ്പാകാനുള്ള ഇടവുമായി ഇത് അധപ്പതിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലുള്ള തുക കൊണ്ടുവന്ന് കുഴിച്ചിട്ട് അത് അനാഥമായി കാണുന്ന രീതിയിൽ, കാട് പിടിച്ച് കാണുന്ന രീതിയിലാണ് ഈ സ്ഥാപനങ്ങൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഈ കൃഷ്ണൻ മെമ്മോറിയൽ, കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സാധാരണപ്പെട്ട ഒരു സഖാവായിരുന്നു. ശരിക്കും അദ്ദേഹത്തിനുള്ള അനാദരവാണ്. ജനങ്ങൾക്ക് ഉപകാരപ്പെടാനല്ലെങ്കിൽ പിന്നെ എന്തിന് ലക്ഷങ്ങൾ മുടക്കി ഇത്തരം പദ്ധതികൾ കെട്ടി ഉയർത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിലവിൽ മണ്ണന്തലയിലെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം മാറാല മൂടി കാടുകയറിയ അവസ്ഥയിലാണ്. ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനത്തെ എങ്ങനെ കഴുതയാക്കാമെന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ മണ്ണന്തലയിലെ ഓഡിറ്റോറിയത്തിൻ്റെ സ്ഥിതി. 60 ലക്ഷം ചെലവഴിച്ച് നിർമ്മിച്ച ഈ ഓപ്പൺ എയർ ഓഡിറ്റോറിയം പക്ഷേ നാട്ടുകാർക്ക് ഒരു പ്രയോജനവുമില്ല. എന്തിനിങ്ങനെ ഒരെണ്ണം നിർമ്മിച്ചു, എന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം എന്ന് നാട്ടുകാർ പോലും മറന്ന മട്ടാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോഴെങ്കിലും ജനം ഇതിന് ഉത്തരവാദികളായവരെ കണ്ടെത്തേണ്ടതുണ്ട്, അവർക്കെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയ പേജുകളിൽ വരുന്നുണ്ട്. 24-ൻ്റെ ഒത്തിരി കെട്ടിടങ്ങൾ പണി കഴിപ്പിച്ചിട്ട് കാട് കയറി നശിച്ചു പോകുന്നുവെന്ന് ഷീജ MK പറയുന്നു. രവികുമാർ PB പറയുന്നു, ഇതിൽ നിന്നും കിട്ടാനുള്ള കമ്മീഷൻ എല്ലാവർക്കും കിട്ടി, ഇനി നശിച്ചാൽ എന്ത് എന്ന കാര്യം. മിനി ബാബു പറയുന്നു, ഇതൊക്കെ കാണുമ്പോഴാണ് ഇവരെയൊക്കെ ജയിപ്പിച്ചു വിടുന്നത് എന്തിനാ എന്ന് ചിന്തിക്കുന്നത്. ഇങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. വീണ്ടും ഒരു ഉദ്ഘാടന വിശേഷത്തിലേക്കാണ്. വോട്ടുകാലമായപ്പോൾ തട്ടിക്കൂട്ട് ഉദ്ഘാടനങ്ങൾ പലതും പലയിടത്തും നടന്നു. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പണി പൂർത്തിയാകും മുമ്പ് തുറന്നുകൊടുത്ത ഒരു പാലമുണ്ട് കൊച്ചിയിൽ. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം യാഥാർത്ഥ്യമായ പള്ളുരുത്തി മധുര കമ്പനി പാലം. ഈ വഴിയുള്ള യാത്ര ഇപ്പോൾ ദുസ്സഹമാണ്. അപകടങ്ങളും പതിവ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ പള്ളുരുത്തിക്കാരുടെ സ്വപ്നമായ ഒരു പാലം യാഥാർത്ഥ്യമായി. ഇനി പാലം വഴിയുള്ള യാത്ര ആശ്വാസമാണോ എന്ന് ചോദിച്ചാൽ ബാക്കി ദൃശ്യങ്ങൾ കാട്ടിത്തരും. ഈ കഴിഞ്ഞ 6-നാണ് പള്ളുരുത്തിക്കാരുടെ ചിരകാല സ്വപ്നമായ മധുര കമ്പനി കണ്ണങ്ങാട്ട് പാലം തുറന്നുകൊടുത്തത്. ഇരുവശങ്ങളിലും മനോഹരമായ നടപ്പാതകൾ തീർത്താണ് പണി പൂർത്തിയാക്കിയത്.
പാലം പണിയുന്നതിനായി മുൻ MLA ജോർജ് ഫെർണാണ്ടസ് 2,78 ലക്ഷം രൂപയും രാജ്യസഭാ MP A റഹീം 1,41 ലക്ഷം രൂപയും മുടക്കി. ബാക്കി തുക കൊച്ചിൻ കോർപ്പറേഷനാണ് മുടക്കിയത്. കടലാസിലൊതുങ്ങിപ്പോയ പദ്ധതി നടപ്പാക്കുമെന്ന ഉറപ്പ് മേയർ നൽകിയിരുന്നു. പക്ഷേ അപ്രോച്ച് റോഡ് ടാർ ചെയ്യാതെ മെറ്റിലിറക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് യാത്രക്കാർക്കുണ്ടാക്കിയ ബുദ്ധിമുട്ട് ചില്ലറയല്ല. ശ്രദ്ധയോടെ ഓടിച്ചില്ലെങ്കിൽ ഇരുചക്രവാഹനങ്ങൾ തെന്നിമറിയും. പണി പൂർത്തിയാകും മുൻപ് ഉദ്ഘാടനം നിർവഹിച്ചത് തെരഞ്ഞെടുപ്പ് സെന്റെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പക്ഷെ ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇപ്പൊ ഇങ്ങനെ കണ്ട വണ്ടിയൊക്കെ അലാക്കായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിനെ പണിഞ്ഞതാണ് ആലോചിക്കണേ. എന്നിട്ട് തന്നെ അതാണ് കട്ടില്ലല്ലോ, വണ്ടിയുടെ ഏറെ കാലാക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പൊ രാഷ്ട്രീയ തന്ത്രമുണ്ട്. ഇപ്പൊ ഇലക്ഷനാണല്ലോ അതിനെ ഒരു യുക്തിയാണ് കാണിച്ചേക്കണം, വേറെ ഒന്നുമില്ല. ഇത് കണ്ടില്ല, കല്ല് കറക്റ്റല്ലല്ലോ, ഇത് അമർത്തിയിട്ടില്ല, ഇത് വെറുതെ പൊങ്ങിക്കിടക്കുകയാണ്. ഭയങ്കര ഗംഭീരമാണ്. ആകെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പാലമാണ്. വെറുതെ ആളടങ്ങാനൊക്കെ വേണ്ടി പണിതാണ്. ഒരു പ്രയോജനമില്ല. ടൂ വീലർ വീലറൊക്കെ വീണോണ്ടിരിക്കുന്നതാണ്. ഇവിടെ വണ്ടിക്ക് ഭയങ്കര കംപ്ലൈൻ്റ് ആണ്. കാരണം ഇങ്ങോട്ട് ഓടിക്കുമ്പോൾ ഷോൾ വേദനയാണ്. ഇപ്പോൾ അങ്ങോട്ട് ഓടിക്കുമ്പോൾ അങ്ങോട്ട് പോണേ വണ്ടി. എന്തോരം പേരാണ് ഡെയിലി വീഴുന്നത്. ബൈക്കാർ ഡെയിലി എൻ്റെ ഫ്രണ്ടിൽ കാണുകയാണ് സ്കൂട്ടറിന് മറിഞ്ഞു വീണത്. ഏറ്റവും കഷ്ടം ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാണ്. എന്നുവെച്ചാൽ മര്യാദക്ക് ഓടിക്കാൻ പറ്റുള്ള. ടാറിംഗ് പൂർത്തിയാക്കി സുഗമമായ യാത്രയ്ക്കായി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരുമോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. രാഹുൽ സുദേവിനൊപ്പം നിതിൻ അംബുജൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ജാസ്മിൻ ജോർജ് പറയുന്നു, ജനങ്ങൾ വോട്ട് ചെയ്ത് വിട്ടവർ സ്വന്തം കീശ വീർപ്പിക്കുന്ന തിരക്കിലാണ്, അതുകൊണ്ടാണ് ഈ പദ്ധതികൾ താളം തെറ്റുന്നത് എന്ന്. മോഹൻ പിലാത്തറ വലിയൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. പാലത്തിന് മേലെയുള്ള വാഹനത്തിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയാണ് റോഡ് ആ സ്ഥിതിയിൽ ആക്കിയതെന്ന്. ഇങ്ങനെ ഈ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടും വരുന്നുണ്ട്. ഉദ്ഘാടന വിശേഷങ്ങൾ തീരുന്നില്ല, തെരഞ്ഞെടുപ്പ് കാലമല്ലേ, അതുകൊണ്ട് അത്തരം വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പൊതുജനം കഴുതയല്ല സാർ എന്നതിലുണ്ടാകും. അടുത്തത്, വയനാട് പുൽപ്പള്ളി ഇടമല ഉന്നതിയിലെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന സർക്കാർ ഉറപ്പു നൽകിയിട്ടും നടപടികൾ എങ്ങുമെത്തിയില്ലെന്ന് പരാതി. ശ്മശാനത്തിന് സമാനമായ പ്രദേശത്ത് ദുരിതം നിറഞ്ഞ ജീവിതമാണ് ഇവരുടേത്. ഉറ്റവരുടെ മൃതദേഹങ്ങളടക്കിയ മണ്ണിനടുത്ത് ഉറങ്ങേണ്ടി വരുന്നവരുടെ ഗതികേട് കണ്ടിട്ടുണ്ടോ? വയനാട് പുൽപ്പള്ളി എടമല ഉന്നതിയിൽ ഒന്നെത്തി നോക്കിയാൽ മതി. മുള്ളൻകൊല്ലി പഞ്ചായത്തിലാണ് ഈ കാട്ടുനായ്ക്ക ഉന്നതി. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ ഇടമല ഉന്നതിയിൽ വീടുകൾക്ക് ചുറ്റും മൃതദേഹങ്ങൾ അടക്കം ചെയ്ത കുഴിമാടങ്ങളാണ്. ഉന്നതിയിൽ ആരെങ്കിലും മരിച്ചാൽ മൃതദേഹം സംസ്കരിക്കാൻ ശ്മശാനമില്ല. ഇതിനാൽ വീട്ടുമുറ്റങ്ങളിലാണ് അടക്കം ചെയ്യുന്നത്. ഭൂരിപക്ഷം വീടുകളുടെയും മുറ്റങ്ങൾ കുഴിമാടങ്ങളാൽ നിറഞ്ഞു കഴിഞ്ഞു. പാറക്കെട്ടുകൾ നിറഞ്ഞ ഭൂമിയായതിനാൽ അധികം താഴ്ചയിൽ കുഴിയെടുക്കാനും ആകില്ല. ഇനി ആരെങ്കിലും മരിച്ചാൽ സംസ്കരിക്കുന്നതിനുള്ള കുഴിയെടുക്കാൻ വീട് പൊളിക്കേണ്ട സ്ഥിതിയാണ്. ജീവിച്ചിരുന്നപ്പോൾ പ്രിയപ്പെട്ടവർ ആയിരുന്നവരുടെ കുഴിമാടങ്ങൾ എന്നും കാണേണ്ടി വരുന്നത് വലിയ മാനസിക പ്രയാസം സൃഷ്ടിക്കുന്നതായി ഉന്നതിക്കാർ പറയുന്നു. അതിനാൽ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകണമെന്നാണ് ഇവരുടെ ആവശ്യം. ഞങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന്, മരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പുറത്തെടുത്തോണ്ട് പോകാൻ പറ്റുമോ? അത് ഇടാൻ പോലും സ്ഥലമല്ല. ഒരു കുഴി എടുക്കുകയാണെങ്കിൽ തന്നെ മുഴുവൻ പറയാം. അതിലെങ്ങനെ താമസിക്കുന്നത് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. ഇവിടെ നിന്ന് പെട്ടെന്ന് മാറി താമസിക്കുകയാണെങ്കിൽ എല്ലാവരും രക്ഷപ്പെടും. അല്ലെങ്കിൽ ഇവിടെ ഓരോ ആൾക്കാരും മരിച്ചോണ്ടേയിരിക്കും. ഒരു വർഷത്തിൽ 3-4 ആളാണ് മരിച്ചോണ്ടിരിക്കുന്നത്. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ 14-ാം വാർഡിൽ ഉൾപ്പെട്ട ഈ ഉന്നതിയിൽ കാട്ടുനായ്ക്ക വിഭാഗത്തിലെ കുടുംബങ്ങളാണ് താമസിക്കുന്നത്. തങ്ങളെ പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യവുമായി സർക്കാരിന് നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും പരിഹാരം ഇല്ലെന്നാണ് ഇവർ ആരോപിക്കുന്നത്. പാറക്കെട്ടുകൾ നിറഞ്ഞ ശ്മശാനത്തിന് സമാനമായ ഈ ഇടത്തിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇനിയെങ്കിലും സർക്കാർ ഉണരണമെന്നാണ് ഉന്നതിയിലുള്ളവർ ഉന്നയിക്കുന്ന അഭ്യർത്ഥന. സുർജിത് അയ്യവ, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഇതോടെ പൊതുജനം കഴുതയല്ല സാറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.